Hi dears, welcome back to EduFix Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് BCA കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഡിഗ്രി കോഴ്സാണ്, ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടോ കോളേജിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ കഴിയും. 3 ഇയർ ആണ് ഇതിൻ്റെ മിനിമം ഡ്യൂറേഷൻ, മാക്സിമം 6 ഇയേഴ്സ് ആണ് അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പഠിക്കേണ്ട മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കോഴ്സ് ഉണ്ടായിരിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സ്പെഷ്യലൈസേഷനാണ്. ഒരു BCA കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ തന്നെ നിങ്ങൾക്ക് MCA ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BCA കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ IT ടെക്നോളജി മേഖലയിൽ നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ജോബിനൊക്കെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഇക്വലൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എ പാസിംഗ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഫോർ ഇക്വലൻ്റ്. അപ്പോൾ DCP ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇക്വലൻസി ആയിട്ടുള്ള സെക്രട്ടേറിയൽ പ്രാക്ടീസ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരം ഡിപ്ലോമ കോഴ്സുകൾ കേരളത്തിൽ നൽകപ്പെടുന്നത് വൊക്കേഷണൽ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിൽ നിന്നൊക്കെയാണ് ഇത്തരം കോഴ്സുകൾ കേരളത്തിൽ നൽകപ്പെടുന്നത്. അപ്പോൾ അത്തരം കോഴ്സുകൾ ഉണ്ടെങ്കിലും +2 ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, BCA എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. സ്റ്റഡി സെൻറ്റർ ഈ ഒരു കോഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നതാണ്. പ്രാക്ടിക്കൽ സെഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അതാത് സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണത് ചെയ്യേണ്ടത്. സ്റ്റഡി സെൻറ്ററിൽ നിന്നാണ് എക്സാമും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കൊച്ചിൻ, കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ളവർ ഏകദേശം ഈ ഒരു കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത്രയും കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള കോളേജുകളിൽ തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, പ്രാക്ടിക്കൽ സെഷന് പോവേണ്ടി വരും. അതുപോലെ കോഴ്സെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഒരു സ്റ്റഡി സെൻറ്റേഴ്സാണ്. എക്സാം സെൻറ്റർ പിന്നെ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കും. പക്ഷേ സ്റ്റഡി സെൻറ്റർ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ, ഈ ഒരു കോഴ്സ് കോർഡിനേറ്റ് ചെയ്യാൻ, നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ, അതിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാൻ കാരണം ഈ ഒരു സ്റ്റഡി സെൻറ്ററാണ്. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്റർ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസ് വരുന്നുണ്ട് ഈ BCA എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് വടകര റീജിയൻ സെൻറ്ററും കൂടി നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൽ ഏതൊക്കെ കോളേജസാണ് ഈ ഒരു കോഴ്സ് നൽകപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഇത്രയും കോളേജുകളാണ് വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ EduFix അക്കാദമി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ഉണ്ടാവും, മെൻറ്ററിങ് ഉണ്ടായിരിക്കും. 1-on-1 നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, അതുപോലെ നിങ്ങൾ അക്കാദമിക് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം, അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ EduFix അക്കാദമിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഫീസാണ്. ഫീ പെർ സെമസ്റ്ററാണ്. ഇത് ഒരു സെമസ്റ്ററിൻ്റെ ഫീസാണ് 8300. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 8300ൻ്റെ കൂടെ 700 രൂപയും കൂടി ഈ ഒരു ഫീസായിട്ട്, ഡെവലപ്മെൻറ്റ് ഫീ, രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 700 രൂപയുടെ 9000 രൂപയാണ് വരിക. സെക്കൻഡ് സെമസ്റ്റർ മുതൽ 8300 തന്നെയാണ് വരിക. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ 8300-ന് 15% ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്. പക്ഷേ എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുക? ടെക്സ്റ്റ് ബുക്ക് ലഭിക്കാൻ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ എന്തെങ്കിലും സിലബസ് എന്താണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഇത് വരുന്നത്. 1 2 3 4 5 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ബേസിക് മാത്തമാറ്റിക്സ് മുതൽ ഇതാ നോക്കൂ, കമ്പ്യൂട്ടർ ബേസിക്സ്, എല്ലാം ബേസിക്സാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ പറയുന്നത്. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്നു, അതായത് നമ്മൾ ഈ കോഴ്സിലോട്ട് മെല്ലെ മെല്ലെ എൻട്രി ചെയ്യാണ് ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററോട് കൂടിയിട്ട്. പിന്നെ തേർഡ് സെമസ്റ്റർ ഫുൾ, അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ, ഫിഫ്ത്ത് സെമസ്റ്റർ തുടങ്ങിയ ഇതിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കോർ കോഴ്സിൻ്റെ സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിക്കുന്നത്.
പിന്നെ 6ാമത്തെ സെമസ്റ്ററിൽ നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടോട്ടൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 20, അപ്പോൾ 40 ആയി, 40 80 ആയി, 120 ക്രെഡിറ്റ്സിൻ്റെ ഒരു കോഴ്സാണിത്. നല്ല ഒരു അടിപൊളി IT മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ നിലവിൽ IT മേഖലയിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നവർക്കും ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിലോട്ട് ഇതൊരു നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാൻ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് കണക്ട് ചെയ്യാം. താങ്ക് യു.